എന്നിട്ട് തീരുമാനിക്കാം. ആവണിമോൾ എവിടെയെന്ന് നമുക്ക് കണ്ടെത്തണം. അക്കുചേട്ടൻ അങ്ങോട്ട് പോയിക്കോ. ഞാൻ ഗോവിന്ദ മാമയോട് സംസാരിച്ചിട്ട് വരാം. ശരി. എന്നാലും ഗോവിന്ദ ഇത് ഡ്രിപ്പ് ചെക്ക് ചെയ്യട്ടെ. ഇനിയുണ്ടോ സിസ്റ്റർ? ഇല്ല. ഹലോ. ആ, ഗോവിന്ദ മാമ അവിടുന്ന് മാറിയോ? ആ, മാറി മോളെ. എന്നോടൊന്നും മറക്കാതെ അവിടെ എന്താ ശരിക്കും സംഭവിച്ചെന്ന് പറ. ബാലമാമന് വേറെ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മോളെ, ചെറിയൊരു മുറിവേ ഉള്ളൂ. ബാലമാമയ്ക്ക് അപകടം ഉണ്ടായിട്ട് എന്താ എന്നോട് പറയാതിരുന്നേ? അരവിന്ദേട്ടനെ മാത്രം വിളിച്ചറിയിച്ച എന്താ? ഞാൻ അരവിന്ദനെ വിളിച്ചല്ല മോളെ, അവൻ എന്നെയാ വിളിച്ചത്. അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അരവിന്ദേട്ടൻ ഗോവിന്ദ മാമയെ വിളിച്ചോ? അതെ മോളെ. അതെങ്ങനെയാ ബാലമാമന് അപകടം പറ്റിയെന്ന് അരവിന്ദേട്ടൻ അറിഞ്ഞത്? അത് മോളെ, ബാലൻ എന്തോ ആപത്തുണ്ടായെന്ന് ശ്രേയ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് അരവിന്ദൻ എന്നെ വിളിച്ചതാ. ശ്രേയ സ്വപ്നം കണ്ടെന്നോ? അതെങ്ങനെ? ഇത് അവളുടെ അടുത്ത പണിയായിരിക്കും. ചാരു. ആ, ഗോവിന്ദ മാമ, ഞാൻ വിളിക്കാം. അവിടെ തന്നെ ഉണ്ടാവണം ഡിസ്ചാർജ് ആവുന്നവരെ. ശരി മോളെ. ജിത്തു, എന്തായി? ചാരു, നിന്റെ ബാലമാമൻ എന്തോ പറ്റിയെന്ന് കേട്ടല്ലോ. ഡീ, നിന്റെ അഭിനയമായിട്ട് എന്റെ അടുത്ത് വരണ്ട. ബാലമാമന് അപകടം ഉണ്ടായിന്ന് നീ സ്വപ്നം കണ്ടല്ലേ? അത്രയ്ക്ക് നല്ല മനസ്സുള്ളവളാണോ നീ? നിനക്ക് മാത്രമേ നല്ല മനസ്സുള്ളൂ എന്ന് വിചാരിച്ച് നടക്കുകയാണോ നീ? നിനക്ക് മാത്രമേ സ്വപ്നത്തിൽ ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റൂ, എനിക്കൊന്നും പറ്റില്ലേ? നീ തന്നെ ആളെ വിട്ട് ചെയ്യിപ്പിച്ചിട്ട് സ്വപ്നം കണ്ടെന്നൊക്കെ പറഞ്ഞ് ഡ്രാമ കളിക്കുന്നോടി. എനിക്ക് അങ്ങനെ ഒരു ഡ്രാമ കളിക്കേണ്ട ആവശ്യമില്ല ചാരു. ആളെ വിട്ട് മാഷ് തള്ളിക്കാൻ അയാൾ ആരാ? കാശും കൊണ്ട് പോകുമ്പോ അത് മനസ്സിലാക്കി കള്ളന്മാര് പിടിച്ചു പറിക്കും. അത് കൊണ്ടുപോകും. അതിന് എന്നെ പറഞ്ഞിട്ടെന്താ? അതെനിക്കറിയാം ശ്രേയ. പക്ഷെ ഗോവിന്ദ മാമൻ കാര്യം എന്നോട് ആദ്യം പറഞ്ഞിരുന്നെങ്കില് നിന്നെ ഞാൻ സംശയിക്കില്ലായിരുന്നു. ബാലമാമൻ അപകടം ഉണ്ടായിന്ന് പറഞ്ഞ് അരവിന്ദേട്ടനെ വിശ്വസിപ്പിച്ചില്ലേ? അപ്പോഴാ എനിക്ക് സംശയം വന്നത്. ബാലമാമനോട് നിനക്ക് മാത്രമേ സ്നേഹം ഉണ്ടാവാൻ പാടുള്ളൂ, ഞങ്ങൾക്കാർക്കും പാടില്ലേ? ബാലമാമനോടുള്ള നിന്റെ സ്നേഹം എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. വീട്ടിലിരിക്കുന്ന ബാലമാമനോട് നീ കാണിച്ച സ്നേഹം പോലെ നിന്റെ വീട്ടിലിരിക്കുന്ന മമ്മിയോട് എനിക്ക് സ്നേഹം വന്നാലുണ്ടല്ലോ, ഞാൻ കാണുന്ന സ്വപ്നം നീ കണ്ടതിലും ഭീകരമായിരിക്കും. പിന്നെ സംഭവിക്കുന്നത് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഭീഷണിയാണോടി? അല്ല, ഭീഷണിയൊന്നും എന്റെ രീതിയല്ല ശ്രേയ. ഞാൻ ചെയ്യും, എന്നിട്ടേ പറയും. എന്നോട് നീ എന്ത് കാണിച്ചാലും ഞാനത് ക്ഷമിച്ചു എന്ന് വരും. കാരണം നീ സ്നേഹിച്ച ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചെന്നുള്ള കുറ്റബോധത്തില്. പക്ഷേ ബാലമ്മാമനോട് നീ അതുപോലെ കാണിച്ച നീ വിവരം അറിയും. എടി, നിന്റെ ബാലമാമൻ കാരണമാണ് എല്ലാ പ്രശ്നം ഉണ്ടായത്. ഞാൻ സ്നേഹിച്ചവനെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് അയാളല്ലേ? നിന്നോട് ഞാൻ ചിലപ്പോ ക്ഷമിച്ചെന്നിരിക്കും, പക്ഷേ നിന്റെ മാമനോട് ആ ക്ഷമ എനിക്കുണ്ടാവില്ല. അയാൾക്ക് നരകം എന്താണെന്ന് ഓരോ ദിവസവും ഞാൻ കാണിച്ചു കൊടുക്കും. നിന്റെ ഈ മോഹം ഞാനുള്ളിടത്തോളം നടക്കില്ല. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നീ ആരാണെന്ന് ഞാൻ അരവിന്ദേട്ടന് മനസ്സിലാക്കി കൊടുക്കും. നീ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ആ മണ്ടൻ അരവിന്ദ് അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്തായാലും നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. നിന്റെ ആഗ്രഹമല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഓടി.
എവിടെയാ കുട്ടി വീണ സ്പോട്ട്? അവിടെയാ സാർ. വാ. അബി മാഡം, എന്താ? അത് പിന്നെ ഇതിലാണോ കുട്ടി വീണത്? അറിയില്ല സാർ, ആരും കണ്ടില്ല സാർ. കാണാതായ സമയത്ത് കുട്ടിയുടെ കയ്യിലിരുന്ന പാവ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഇതാ സാർ. ഈ പാവ എവിടെയാ കിടന്നത്? അവിടെയാണ് സാർ. ഇവിടെ അപ്പൊ കുട്ടി വീഴുന്ന ആരും കണ്ടിട്ടില്ലല്ലേ? ഇല്ല സാർ. ആ, അവിടെ പോയി നോക്കി.